വളരെ അധികം ആനകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പൂരങ്ങൾക്കും വലിയ കരിമരുന്ന് പ്രയോഗങ്ങൾക്കും ചിലവാക്കുന്ന തുകയുടെ 5% ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നതല്ലേ നല്ലത്? 5% ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുക എന്നുള്ളതല്ല, മറ്റേ സാധനങ്ങൾ ഉണ്ടാവരുത് എന്നാണ് പറയുന്നത്. കരിയും കരിമരുന്നും ക്ഷേത്രങ്ങളിൽ ഉണ്ടാവരുത്. കരിയും കരിമരുന്നും ക്ഷേത്രങ്ങളിൽ ഉണ്ടാവരുത്. 25,000 കോടി രൂപയിലധികമാണ് ഒരു വർഷം കരിമരുന്നിന് കത്തിച്ചു കളയുന്നത് നമ്മൾ ക്ഷേത്രങ്ങളിൽ. എന്താ അതിന്റെ പ്രയോജനം? കുറേ സൾഫർ ഡയോക്സൈഡ്, ചിലപ്പോൾ സൾഫർ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, അത്യപകടകാരികളായ ലെഡോക്സൈഡുകൾ, ഇങ്ങനെയുള്ള വിഷവാതകങ്ങൾ അന്തരീക്ഷത്തിൽ പ്രസരിക്കുക. ഏറ്റവും അധികം അന്തരീക്ഷത്തെ മലീമസമാക്കുന്ന ശബ്ദശല്യങ്ങൾ. ഇതിന് ചെലവാക്കുന്നതോ ലക്ഷക്കണക്കിന് രൂപ ഓരോ ക്ഷേത്രവും മത്സരിച്ച്. അപ്പുറത്തെ ക്ഷേത്രക്കാര് 5 ലക്ഷത്തിന് കരിമരുന്ന് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ക്ഷേത്രത്തിൽ 10 ലക്ഷത്തിന് വേണം, അപ്പുറത്തെ ക്ഷേത്രത്തിൽ 15 ലക്ഷത്തിന് വേണം. ഇങ്ങനെ മത്സരിക്കുകയാണ്. ഒരുത്തൻ പറയും കരിമരുന്ന് പ്രയോഗം, രണ്ടാമത്തവൻ പറയും ഗംഭീര കരിമരുന്ന് പ്രയോഗം, മൂന്നാമത്തവൻ പറയും അതിഗംഭീര കരിമരുന്ന് പ്രയോഗം, നാലാമത്തവൻ മലയാളം മനുഷ്യരുടെ അടുത്ത് പോകും, ഒരു വാക്ക് പറഞ്ഞു തരുമോ? അതെ, കഷ്ടമാണ് ഈ സ്ഥിതി. എന്നാൽ ആ ക്ഷേത്രത്തിന്റെ തട്ടകത്തിൽ അവിടെ വന്ന് ഉപാസിക്കുന്ന കുടുംബത്തിലെ കുട്ടി ഭക്ഷണം കിട്ടാതെ വിശന്നിരിക്കുമ്പോ, സ്കൂളിൽ ഫീസ് കൊടുക്കാൻ പൈസ ഇല്ലാതെ ഉഴറുമ്പോ, അവിടുത്തെ മുത്തശ്ശി മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാതെ കഴിയുമ്പോ, വീട് ചോർന്നൊലിക്കുമ്പോ ഈ ക്ഷേത്രക്കാരൻ തിരിഞ്ഞു നോക്കൂല. അവിടെ സേവനത്തിന്റെ ഭാവവുമായി മതത്തിന്റെ ആൾക്കാർ വന്നാൽ, അവർക്കവിടെ മതം മാറ്റം ചെയ്യാൻ കഴിഞ്ഞാൽ കുറ്റം അവരുടേതാണോ? ഒന്ന് മാറി ചിന്തിക്കേണ്ട കാലമായില്ലേ? പൂരങ്ങളെന്നും പറഞ്ഞ് കത്തിച്ച് തീർക്കുകയാണ് കറൻസി. ഇത്ര കറൻസി നോട്ട് കൂട്ടിയിട്ട് കത്തിച്ചാൽ ഇത്ര കുഴപ്പമില്ല. കാരണം അതിൽ ഏറി വന്നാൽ കുറച്ച് കാർബൺ ഡയോക്സൈഡ് ഒക്കെ ഉണ്ടാവുള്ളൂ, ഇത്ര വിഷവാതകങ്ങൾ ഉണ്ടാവില്ല. ഇതെന്തൊരു അക്രമമാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനേക്കാൾ സങ്കടമാണ് ആന എഴുന്നള്ളിപ്പ്. എത്ര ലക്ഷക്കണക്കിന് രൂപയാണ് നശിപ്പിക്കുന്നത് മാത്രമല്ല, ഈ ആനകളുടെ ശാപം വാങ്ങുന്നത് എത്രയാണ്. ഈ പാവം പിടിച്ച ജന്തു, തണുപ്പിൽ ജീവിക്കേണ്ട ജന്തു, ശബ്ദശല്യത്തിൽ ജീവിക്കരുതാത്ത ജന്തു, അതിനെയാണ് ഈ ചൂടിലൂടെ എഴുന്നള്ളിച്ച്, പോരെങ്കിൽ കുന്തം കുത്തി വലിയ ആംപ്ലിഫൈ ചെയ്ത് ശബ്ദഘോഷങ്ങളുടെ നടുക്ക് ഇങ്ങനെ നിർത്തുക. നമ്മൾ ആലോചിക്കാറുണ്ട്, ഈ ആനകൾക്ക് എന്ത് പറ്റി ബുദ്ധിയില്ലായ്മ. ഓരോ ക്ഷേത്രത്തിൽ 1000 എണ്ണത്തിനങ്ങ് തട്ടിയാൽ നിർത്തൂലേ അവന്മാർ? എത്ര വിവരം ഇല്ലാണ്ടായിപ്പോയില്ലേ ആനയ്ക്ക്? ആലോചിച്ച് നോക്കൂ, എന്ത് തെറ്റാ ചെയ്യുന്ന ഈ പാവത്തിനോട്. എന്നിട്ട് ഒരു കൊച്ചു കുഞ്ഞങ്ങാണ്ട് അമ്പലത്തിൽ മൂത്രമൊഴിച്ചാൽ പുണ്യാഹം വേണം. ഇത് ലിറ്റർ കണക്കിനൊഴിക്കും, ഒരു കുഴപ്പമില്ല. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, പറയണ ശരിയല്ലേന്ന്. അതിനൊരു കുഴപ്പമില്ല. ഒരു ശാസ്ത്രത്തിലും ആനമൂത്രം പുണ്യാഹം നമ്മൾ കേട്ടിട്ടില്ല. ഗോമൂത്രമൊക്കെ ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, ഗോമൂത്രം വലിയ സിദ്ധ ഔഷധമാണൊക്കെ കേട്ടിട്ടുണ്ട്. ആനമൂത്രത്തിനൊരു മഹിമയും പറഞ്ഞു കേട്ടിട്ടില്ല. ഇതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ സമയത്തിനനുസരിച്ച് അവനവന്റെ താല്പര്യത്തിനനുസരിച്ച് പ്രമാണം ഉണ്ടാക്കുകയാണ്. ഇനി മാത്രമല്ല, ഇതൊരു സാമ്പത്തിക വശം നോക്കൂ. ആനകളൊക്കെ ഹിന്ദുക്കളാ. കേശവൻ, ഗോപാലൻ, ഗോവിന്ദൻ, കൃഷ്ണൻകുട്ടി, രാമൻ. ഉടമസ്ഥൻ ചിലപ്പോൾ രാമനായിരിക്കും, ചിലപ്പോൾ ഫ്രാൻസിസ് ആയിരിക്കും, ചിലപ്പോൾ മുഹമ്മദ് ആയിരിക്കും. നമ്മൾ ആലോചിക്കുന്നത് എങ്ങനെയാ മുഹമ്മദിന്റെ ആന കേശവനാവുക? എങ്ങനെ തോമസിന്റെ ആന ഗോവിന്ദനാവും? എന്തുകൊണ്ടതാവുന്നില്ല? ആദ്യകാലത്ത് നമ്മൾ വിചാരിച്ചത് ഇത് മാമോദീസ മുക്കാനുള്ള വിഷമം കൊണ്ടോ അല്ലെങ്കിൽ സുന്നത്ത് ചെയ്യാനുള്ള വിഷമം കൊണ്ടോ ആണെന്നാണ്. അങ്ങനെയാ വിചാരിച്ചിരുന്നത്. നമ്മളൊരു അറിവ് കേട്. പക്ഷെ സംഭവം അതല്ല സത്യം. പിന്നെന്താ സത്യം? മിക്കവാറും ക്ഷേത്രങ്ങളിൽ ഒരു ബോർഡ് ഉണ്ടാവും, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. അപ്പൊ തോമസ് ആനയാണെങ്കിൽ, അബൂബക്കർ ആനയാണെങ്കിൽ അവിടെ നിൽക്കില്ലേ? അപ്പൊ അവിടുത്തെ പണം കെട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഉടമസ്ഥൻ ഹിന്ദു ആയാലും, ഉടമസ്ഥൻ ക്രിസ്ത്യാനിയായാലും, ഉടമസ്ഥൻ മുസൽമാനായാലും, ഉടമസ്ഥൻ മതമില്ലാത്തവനായാലും ആന ഹിന്ദു ആവണം.
ഇത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ടേ? ചിന്തിക്കുക, ഒന്ന് മാറി ചിന്തിച്ചാൽ നല്ലത്. അതുകൊണ്ട് ഈ അന്തരീക്ഷത്തെ മലിനമാക്കുന്ന കോടിക്കണക്കിന് രൂപ കത്തിച്ച് നശിപ്പിക്കുന്ന കരിമരുന്നിന് തരാൻ എന്റെ അടുത്ത് പണമില്ല എന്ന് പറയാനുള്ള ആർജവം ഈ ഇരിക്കുന്നവർ കാണിച്ചാൽ മതി. പിരിവിന് വരുമല്ലോ ക്ഷേത്രക്കാര്. അപ്പൊ പറയാ, കരിമരുന്ന് കത്തിച്ചു തീർക്കാൻ പണത്തിന് എന്റെ അടുത്ത് ഇല്ല, ഞാൻ അധ്വാനിച്ചുണ്ടാക്കണ പണം കത്തിക്കാനുള്ളതല്ല, അത് ഞാൻ പാവപ്പെട്ട കുട്ടികൾക്ക് പുസ്തകം വാങ്ങിക്കൊടുക്കാം, ബാഗ് വാങ്ങിക്കൊടുക്കാം, അല്ലെങ്കിൽ മരുന്ന് വാങ്ങിക്കൊടുക്കാം എന്ന് പറയാനുള്ള ആർജവം വേണം. ദൈവകോപം ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ അങ്ങ് തന്നേക്ക്, നമ്മൾ വാങ്ങിക്കൊള്ളാം. തമാശ പറയല്ല ഇത് വൈകാരികമായി പറയുന്നതല്ല. നമ്മുടെ സമൂഹം ദിവസം തോറും ക്ഷയിച്ചു പോകുന്നത് കണ്ടിട്ടുള്ള ആ ഒരു തിരിച്ചറിവ് കൊണ്ട് പറയുകയാണ്. അതുപോലെ ആനയുടെ ശാപം വാങ്ങി വെക്കരുത്. സ്വാമി തിടമ്പ് എഴുന്നള്ളിക്കാനോ? തിടമ്പ് അങ്ങനെ പൊന്തിച്ചെഴുന്നള്ളിക്കണമെങ്കിൽ തലയിൽ വെച്ചോളൂ. തൃച്ചംബരം ക്ഷേത്രത്തിൽ കാണില്ലേ? അവിടെ ആനപ്പുറത്തൊന്നും അല്ല, അവിടെ തിടമ്പൊക്കെ തലയിൽ വെച്ച് നല്ല നൃത്തങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ചെയ്തോളൂ. ഇതൊക്കെ പണ്ട് രാജാക്കന്മാർ ക്ഷേത്രം നടത്തിയപ്പോ അവനവന്റെ പ്രഭാവവും പ്രതാപവും കാണിക്കാനുള്ള ഉപാധിയായിരുന്നു ക്ഷേത്രാചാരങ്ങൾ. അങ്ങനെ തുടർന്ന് വന്നതാ. അല്ലാതെ ഇതൊന്നും ഭക്തിയായിട്ടൊരു ബന്ധവും ഇല്ല. അത് മനസ്സിലാക്കി ഇതിന് ദുർവ്യയം ചെയ്യുന്ന പണം നമ്മൾ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയുന്നത്. വളരെ വളരെ സന്തോഷം.